أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനം. ഈ സൂറത്തിലെ 68 മുതൽ 71 കൂടി 4 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. വല്ലദീന ലാ യദ്ഊന, അവർ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ്. മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ, ഇലാഹൻ ആഖറ, വേറെ ഒരു ദൈവത്തെ. അള്ളാഹുവിനെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം വേറെ ഒരു ദൈവത്തെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ് അവർ. വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു, അള്ളാഹു ഹറാമാക്കിയ നഫ്സിനെ, അള്ളാഹു ഹറാമാക്കിയ ഒരു നഫ്സിനെ, ഒരു ജീവനെ അവരൊരിക്കലും തന്നെ വധിക്കാത്തവരാണ് അഥവാ നഷ്ടപ്പെടുത്താത്തവരാണ്. വലാ യസ്നൂന, വ്യഭിചരിക്കാത്തവരുമാണ്. അള്ളാഹു അരുത് എന്ന് പറഞ്ഞ ആളെ അവർ ജീവനെടുക്കുകയില്ല, അതേപോലെ തന്നെ അവർ വ്യഭിചാരം ചെയ്യുകയുമില്ല. അമൻ യഫ്അൽ ദാലിക, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു ഹറാമാക്കിയവരെ വധിക്കുകയോ അതല്ലെങ്കിൽ സിനാ ചെയ്യുകയാണെങ്കിൽ യൽഖ അസാമ, അവൻ തീർച്ചയായും അതിൻ്റെ പാപഫലം അവനനുഭവിക്കുക തന്നെ വേണ്ടി വരും. അവൻ്റെ പാപഫലം അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. യുളാഅഫു ലഹുൽ അദാബു, അവന് ശിക്ഷ ഇരട്ടിയാക്കി നൽകപ്പെടും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവന് ഇരട്ടി ശിക്ഷ നൽകും. വയഖ്ലുദു ഫീഹി മുഹാന, അതിലവൻ നിന്ദ്യനായി ശാശ്വതമായി കഴിയുകയും ചെയ്യും. ഇല്ലാമൻ താപ, തൗബ ചെയ്തവനൊഴിച്ച്, അള്ളാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങിയവനൊഴിച്ച്, വാമന, വിശ്വസിക്കുകയും ചെയ്തവനൊഴിച്ച്, വഅമില സ്വാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവനൊഴിച്ച്, അഥവാ ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തയാളൊഴിച്ച്, ഫൗലായിക്ക, അപ്പോൾ അക്കൂട്ടർ, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർക്ക് അവരുടെ ചീത്ത പ്രവർത്തനത്തിന് പകരം നന്മ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അവർക്ക് അവരുടെ തിന്മകൾക്ക് പകരം അള്ളാഹു നന്മകൾ നൽകും. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും റഹീമൻ, അള്ളാഹു പരമ കാരുണികനുമാകുന്നു. വമൻ താബ, ആരെങ്കിലും പശ്ചാത്തപിക്കുന്ന പക്ഷം, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, ഫഇന്നഹു യതൂബു, തീർച്ചയായും അവൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നത് ഇലല്ലാഹി, അള്ളാഹുവിലേക്കാണ്. മതാബ, ഒരു പശ്ചാത്തപിച്ച് മടങ്ങൽ, അഥവാ അവൻ അള്ളാഹുവിലേക്കാണ് പശ്ചാത്തപിച്ച് മടങ്ങുന്നത്. ഇബാദുർ റഹ്മാൻ്റെ, പരമകാരുണികൻ്റെ അടിമകളുടെ ലക്ഷണങ്ങളാണ് പറഞ്ഞു വന്നത്. വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനെ കൂടാതെ അവർ വേറെ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പുറമെ, അള്ളാഹുവിൻ്റെ കൂടെ അവർ വേറെ ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ്. അതേപോലെ വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു
ഹറാമാക്കിയ നഫ്സിനെ ശരിയായ ആവശ്യമുണ്ടായിട്ടല്ലാതെ അവർ വധിക്കുകയും ചെയ്യുകയില്ല, ഒഴിവാക്കുകയും ചെയ്യുകയില്ല. ഇല്ലാ ബിൽ ഹക്ക്, യഥാർത്ഥ ആവശ്യം ഉണ്ടായിട്ടല്ലാതെ, ന്യായമായ കാരണം ഉണ്ടായിട്ടല്ലാതെ. ന്യായമായ കാരണമുണ്ടെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ, അള്ളാഹു അരുത് എന്ന് പറയുന്ന ആളെയും വധിക്കാൻ നമുക്ക് അള്ളാഹു അനുവാദം ആ നിലക്ക് അള്ളാഹു ഈ കർമ്മത്തിന് കൂടി നൽകിയിട്ടുണ്ട് എന്ന് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, ദൈവദൂതരെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഏറ്റവും വലിയ പാപഭാരം, ഏറ്റവും വലിയ പാപം ഏതാണ്, ഏറ്റവും വലിയ തെറ്റ് ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ അവന് നീ മറ്റൊരു പങ്കുകാരനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കൂടെ നീ ഒരു പങ്കാളികളെ കണ്ടെത്തുക എന്നത് ഏറ്റവും വലിയ തെറ്റാകുന്നു. സുമ്മയ്യുൻ, പിന്നെ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂടെ ആഹരിച്ചു കളയും എന്ന് കരുതി നിൻ്റെ കുഞ്ഞിനെ നീ കൊല്ലുക. നിൻ്റെ ഭക്ഷണത്തിൽ ഒരു പങ്കാളിയാകും നിൻ്റെ കുഞ്ഞ് എന്ന് വിചാരിച്ച് അവരെ കൊന്നുകളയുക എന്നുള്ളതും ഏറ്റവും വലിയ പാപമാണ്. പിന്നീട് ചോദിച്ചു, സുമ്മയ്യുൻ, പിന്നെ ഏതാണ്? അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നിൻ്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക. ഈ 3 കാര്യങ്ങളും, അതായത് അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കുക, അതുപോലെ തന്നെ നിൻ്റെ ഭക്ഷണം കഴിച്ചു കളയുമെന്ന് വിചാരിച്ച് നിൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുക, അതേപോലെ തന്നെ നിൻ്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക. ഈ 3 കാര്യങ്ങളും ഏറെക്കുറെ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണവർ. അതേപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ ജീവനെ യഥാർത്ഥ കാരണമില്ലാതെ അവർ ഒരിക്കലും തന്നെ നശിപ്പിക്കുകയില്ല, അതുപോലെ തന്നെ വ്യഭിചരിക്കുകയുമില്ല. അങ്ങനെ ചെയ്താൽ അമയ്യഫ്അൽ ദാലിക യൽഖാ അസാമ, അവരങ്ങനെ ചെയ്താൽ അതിൻ്റെ പാപഭാരം അവരെന്തായാലും ഏറ്റെടുക്കേണ്ടി വരും. മാത്രമല്ല, യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് അള്ളാഹു ഇരട്ടിയായി പ്രതിഫലം, അവരുടെ ഈ അദാബ്, ശിക്ഷ അവർക്ക് നൽകും. വയഖ്ലുദു ഫീഹി മുഹാന, അവരാ നരകത്തിൽ നിന്ദ്യരായും കൊണ്ട് എല്ലാ കാലത്തേക്കും കിടക്കേണ്ടി വരുമെന്നുള്ളതാണ്. പാപത്തിൻ്റെ പ്രതിഫലം എന്ന നിലയിൽ അവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്നാണ് ഒരർത്ഥം പറഞ്ഞത്. മറ്റൊന്ന് ഇസ്മും അതുപോലെ തന്നെ ആസാം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് എന്നും, പാപങ്ങളുടെ പ്രതിഫലമാണ് ഇവിടെ ഉദ്ദേശമെന്നും, പാപത്തിൻ്റെ പേര് തന്നെ അതിൻ്റെ പ്രതിഫലത്തിനും നൽകുകയാണ് ചെയ്തത് എന്നും ചില ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതല്ല, അവർ കിടക്കുന്ന നരകത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ നരകത്തിലെ ഒരു താഴ്വരയാണ് എന്ന് പറഞ്ഞ ആളുകളും ആ കൂട്ടത്തിലുണ്ട്. ഈ ശിർക്ക് ചെയ്യുന്നതോടുകൂടി, അള്ളാഹുവിൽ പങ്കാളികൾ ചേർക്കുന്നതോടുകൂടി മറ്റ് പാപം കൂടി ചെയ്താൽ രണ്ടിനും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. അതുകൊണ്ടാണ് ശിക്ഷ ഇരട്ടിയാവുക എന്ന് പറയുന്നത്. ശരീഅത്ത് നിയമത്തിലെ അവിശ്വാസികൾക്കും ബാധകമാകുന്നു ഈ ശിക്ഷ എന്നുള്ളതാണ്. യുദാഅഫു ലഹുൽ അദാബ്, അവന് അള്ളാഹു ഇരട്ടി ശിക്ഷ നൽകും. ഒന്ന്, അള്ളാഹുവിൽ പങ്കാളികളെ ചേർത്തു എന്നുള്ളത്, മറ്റൊന്ന് അവൻ തെറ്റ് ചെയ്തു എന്നുള്ളത്. രണ്ടും കൂടി ആകുമ്പോൾ ഇരട്ടി ശിക്ഷ അവന് ലഭിക്കും. ഇല്ലാമൻ താപ വാമന വാമില സ്വാലിഹൻ, 3 കാര്യങ്ങളാലാണ് ശിക്ഷ അള്ളാഹു മരവിപ്പിക്കുക, അഥവാ ശിക്ഷയ്ക്ക് പകരം അവന് നന്മ അള്ളാഹു നൽകുന്നത്. ഒന്ന്, തൗബ ചെയ്യുക, ചെയ്ത തെറ്റ് ചെയ്തു പോയി എന്ന് പറയുകയും ഇനി മേലാൽ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചതിന് ശേഷം പിന്നീട് ആ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആമന, വിശ്വസിക്കണം, സത്യവിശ്വാസിയായ ആളിൽ നിന്ന് ഇതൊക്കെ ഈ തൗബയും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അമല സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പിന്നെ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അത് 3 ഉണ്ടെന്ന് വിചാരിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ ചീത്ത കാര്യങ്ങളൊക്കെ തന്നെ, മോശമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ട് ആ സ്ഥാനത്ത് സൽക്കർമ്മങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും.
ഓലായിക്കു ഇബദ്ദുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വക്കാന അല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതുകൊണ്ട് അവർ ചെയ്തതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അമൻ താപ വാണബില സ്വാലിഹൻ ഫൈനഹു യതൂബു ഇലല്ലാഹി മത്താബ. ആരെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങുകയാണെന്ന് വിചാരിച്ചാൽ അമൽ സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൻ അള്ളാഹുലേക്ക് തന്നെയാണ്, അള്ളാഹുവിലേക്കാണ് ഉചിതമായ രീതിയിൽ അവൻ മടങ്ങിയിരിക്കുന്നത് എന്ന് കാണാം. ഈ പറഞ്ഞിടത്തൊക്കെയും അമൽ സ്വാലിഹാത്തിൻ്റെ കൂടെ ആമന വിശ്വസിച്ചു എന്നതുകൂടി പറയുന്നുണ്ട്. വിശ്വസിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക എന്നർത്ഥം. ശിക്ഷ പകരം നൽകുന്നതിനെ സംബന്ധിച്ച് ശിക്ഷ കിട്ടുന്നതിന് ആ പ്രതിഫലത്തിന് പകരമായി അള്ളാഹു മറ്റ് നന്മ നൽകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് നേരെ തന്നെ അള്ളാഹുലേക്ക് ചേർത്തിരിക്കുന്നത് കാണാം. അള്ളാഹു അല്ലാതെ പ്രതിഫലം നൽകുന്ന മറ്റാരുമില്ല എന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അള്ളാഹു അല്ലാതെ വേറെ ആർക്കും ഒരാൾ ശിക്ഷിക്കാൻ വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നല്ലതിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ സംഗതി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചീത്ത എന്ന് പറയുന്നത് അതേ നിലയിൽ നന്മയായി മാറുകയല്ല, തിന്മ തൗബയാൽ മായ്ക്കപ്പെടും. തൗബ ചെയ്താൽ തിന്മ മായ്ക്കും, അവിടെ നന്മ എഴുതപ്പെടും. എന്നിട്ട് സത്യനിഷേധിയുടെ പ്രവൃത്തികൾ അള്ളാഹു തള്ളിക്കളയുകയും അവനിൽ തിന്മകൾ, സത്യനിഷേധിയുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തള്ളും. കാരണം അവന് വിശ്വാസമല്ല. അതുകൊണ്ട് മാത്രമല്ല അവനിൽ തിന്മകൾ തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ നേരെ എതിരായിരിക്കും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അവൻ്റെ തിന്മകൾ മായ്ക്കും, പകരം അവിടെ നന്മകൾ സ്ഥാപിക്കും. ചീത്തയാളായി തുടരുന്നയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തിന്മകൾ അവിടെ തന്നെ നിലനിർത്തും, അയാളുടെ നന്മകളൊന്നും തന്നെ സ്വീകരിക്കുകയും ഇല്ല. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല പ്രവൃത്തികൾ ലഭ്യമാകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.